കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലധികമായി ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരു നിയമസഭാ മണ്ഡലം കേരളത്തിലുണ്ട്. അത് മഞ്ചേശ്വരമാണ്. ഒന്നുകിൽ അവിടെ UDF ജയിക്കും, അല്ലെങ്കിൽ LDF ജയിക്കും. ബി ജെ പി രണ്ടാം സ്ഥാനത്താണ്. പക്ഷേ ബി ജെ പി തീ പാറുന്ന പോരാട്ടം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് മഞ്ചേശ്വരം. എന്നിട്ടും എന്തുകൊണ്ട് ബി ജെ പി അവിടെ ജയിക്കുന്നില്ല എന്ന ചോദ്യം കാലങ്ങളായി ഉയരുന്നുണ്ട്. കാരണം ഒന്നേ ഉള്ളൂ. ഒന്നുകിൽ LDF, അതായത് CPM വോട്ട് UDFന് മറിക്കും, അല്ലെങ്കിൽ UDF വോട്ട് LDFന് മറിക്കും. 2006 ഒഴിച്ച്, അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമുക്ക് 2001 മുതലുള്ള കണക്കെടുക്കാം. അതിനു മുമ്പ് ബി ജെ പിയുടെ സമുന്നതനായ നേതാവ് KG മാരാർ അടക്കമുള്ളവർ മത്സരിച്ച് വിജയത്തിന് തൊട്ടടുത്ത് എത്തിയ ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. എത്രയോ കാലം ബി ജെ പി അവിടെ വിജയത്തിന് വേണ്ടി ദാഹിച്ച് കഠിന പരിശ്രമം നടത്തി വരുന്നു. 2001 ചെർക്കുളം അബ്ദുള്ള, അതായത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ചെർക്കളം അബ്ദുള്ളയാണ് അവിടെ വിജയിച്ചത്. അന്നും ബി ജെ പി രണ്ടാം സ്ഥാനത്താണ്. 2006 ചെർക്കളം അബ്ദുള്ളയിൽ നിന്ന് CPM ആ സീറ്റ് പിടിച്ചെടുത്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുഞ്ഞമ്പുവാണ് അന്ന് ജയിച്ചത്. അന്നും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി. അന്ന് ചെർക്കളം അബ്ദുള്ള ദയനീയമായിട്ട് 3-ാം സ്ഥാനത്തേക്ക് പോയി. അതായത് UDF, കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഒക്കെ അന്ന് ബി ജെ പി ജയിക്കാതിരിക്കാൻ LDFന് വോട്ട് മറിച്ചു. എന്നാൽ 2011 വന്നപ്പോൾ സ്ഥിതി വീണ്ടും മാറി. 2011 ബി ജെ പിക്ക് വേണ്ടി K സുരേന്ദ്രനാണ് മത്സരിക്കാൻ ഇറങ്ങിയത്. സുരേന്ദ്രൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും അവിടെ വിജയിക്കാനായില്ല. ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. അവസാന നിമിഷം വരെ, ഏതാണ്ട് അവസാന റൗണ്ടുകൾ എണ്ണുമ്പോഴാണ് അവിടെ ഈ പറഞ്ഞതുപോലെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് മുന്നേറാനായത്. അതുവരെ സുരേന്ദ്രൻ ലീഡ് ചെയ്യുകയായിരുന്നു. 2016 എത്തിയപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായി. ഏറ്റവും അവസാനത്തെ റൗണ്ട് വരെ സുരേന്ദ്രൻ മുന്നിട്ട് നിന്നു. അവസാന റൗണ്ടിലെ ചില ബൂത്തുകൾ എണ്ണിയപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ലീഗിൻ്റെ സ്ഥാനാർത്ഥി 89 വോട്ടുകൾക്ക് വിജയിച്ചത്. അന്ന് കള്ളവോട്ട് ആരോപണവുമായി രംഗത്തെത്തിയ സുരേന്ദ്രൻ പരാതിയുമായി തെളിവ് സഹിതം ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷേ നിർഭാഗ്യം K സുരേന്ദ്രൻ്റെ കൂടപ്പിറപ്പാണെന്ന് തോന്നുന്നു. ഈ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി മരിച്ചു പോയതോടുകൂടി ആ കേസ് ഇല്ലാണ്ടായി. പിന്നീട് 2021 നമുക്കറിയാം, അവിടെ വീണ്ടും ലീഗ് ജയിച്ചു വരുന്നു. പതിവ് പോലെ LDF 3-ാം സ്ഥാനത്ത്. സുരേന്ദ്രൻ ഇക്കുറി തോറ്റത് 800-നടുത്ത് വോട്ടുകൾക്ക്. സുരേന്ദ്രൻ്റെ അതേ പേരിൽ മറ്റൊരു അപരൻ ഉണ്ടായിരുന്നു. ഈ അപരൻ നല്ല രീതിയിൽ വോട്ട് പിടിച്ചു. ആ വോട്ടുകൾ സുരേന്ദ്രന് കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ എന്ത് നെറികെട്ട രാഷ്ട്രീയവും കളിച്ച് ഇടതു വലത് മുന്നണികൾ ഒത്തുചേർന്ന്, വ്യക്തമായിട്ട് പറഞ്ഞാൽ CPMഉം മുസ്ലിം ലീഗും ഒത്തുചേർന്ന് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി മഞ്ചേശ്വരത്ത് ബി ജെ പിയെ തോൽപ്പിച്ചു വരുന്നു. ഇക്കുറി അതിന് മാറ്റമുണ്ടാകുമോ എന്നാണ് നോക്കിക്കാണുന്നത്. ഇക്കുറി പക്ഷേ LDFന് CPMന് അങ്ങനെ അങ്ങ് ക്രോസ് വോട്ട് ചെയ്ത് മണ്ഡലം ലീഗിന് അടിയറ വയ്ക്കാൻ കഴിയില്ല. കാരണം CPM ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നുകിൽ പൊരുതി വിജയിക്കുക, അല്ലെങ്കിൽ പൊരുതി മരിക്കുക. ഇതാണ് 2026 കേരളത്തിൽ CPMൻ്റെ അവസ്ഥ. ഇന്ത്യയിൽ കനലൊരു തരി എന്ന മട്ടിൽ കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന ഈ പ്രത്യേക ചുവപ്പ് പ്രതിഭാസം അവസാനിക്കാൻ ഇനി അധിക കാലമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റും വിട്ടുകൊടുക്കാൻ കഴിയില്ല. അത് മഞ്ചേശ്വരമാകട്ടെ, കേരളത്തിൻ്റെ തലസ്ഥാനമായ
തിരുവനന്തപുരത്തെ നേമമാകട്ടെ ഒരു സീറ്റും വിട്ടുകൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് മഞ്ചേശ്വരത്ത് ഏറ്റവും മികച്ച പോരാട്ടം നടത്തണമെന്നാണ് പാർട്ടിയുടെ നിലപാട്. അതിനുവേണ്ടി അവർ ഷാനവാസ് പാടൂർ എന്ന യുവ നേതാവിനെ അവിടെ മത്സരത്തിന് നിയോഗിക്കാൻ ജില്ലാ കമ്മിറ്റി നിർദ്ദേശം വെച്ചു. ഷാനവാസ് പാടൂർ ആകട്ടെ നിരവധി കാലങ്ങളായി അവിടെ ശക്തമായ പ്രവർത്തനം നടത്തി വരികയാണ്. അതായത് മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കാലങ്ങളായി അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്നു. പക്ഷേ സംസ്ഥാന കമ്മിറ്റിയിലെത്തിയപ്പോൾ സ്ഥിതിഗതികൾ മാറി. സംസ്ഥാന കമ്മിറ്റി ഷാനവാസ് പാടൂർ മത്സരിക്കേണ്ട, പകരം KR ജയാനന്ദ് മത്സരിച്ചാൽ മതി എന്ന തീരുമാനമെടുക്കുകയായിരുന്നു. അണികൾക്കിടയിൽ, പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇത് കാരണമായി. ഷാനവാസ് പാടൂരിനെ ഒഴിവാക്കി KR ജയാനന്ദിനെ മത്സരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് മഞ്ചേശ്വരത്തെ CPM പ്രവർത്തകർ തന്നെ ആരോപിക്കുന്നു. മറ്റൊന്നുമല്ല, അത് മുസ്ലിം വോട്ട്, ഷാനവാസ് പാടൂർ മത്സരിക്കുകയാണെങ്കിൽ മുസ്ലിം വോട്ട് ബാങ്കിൽ ഒരു വിള്ളലുണ്ടാവുകയും അത് കുറേ മുസ്ലിം വോട്ട് ഷാനവാസ് പാടൂരിന് ലഭിക്കുകയും ചെയ്യും. പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് കൂടി ചേരുമ്പോൾ ഷാനവാസ് പാടൂർ ജയിക്കും എന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ ഉറച്ച അഭിപ്രായം. പക്ഷേ അതിൽ സംസ്ഥാന കമ്മിറ്റി വിശ്വാസം രേഖപ്പെടുത്തുന്നില്ല. അവരെ സംബന്ധിച്ച് മുസ്ലിം വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടായാൽ അവിടെ K സുരേന്ദ്രൻ ജയിക്കും. കാരണം ഹിന്ദു വോട്ട് അതിശക്തമായ രീതിയിൽ അവിടെ ഏകോപിക്കും, അത് BJPയിലേക്ക് വന്നു ചേരും. അങ്ങനെ സുരേന്ദ്രൻ ജയിക്കും. സുരേന്ദ്രൻ്റെ ജയം എന്ത് വില കൊടുത്തും തടയേണ്ടത് ആവശ്യമാണ്. അതിന് ലീഗ് ജയിച്ചാലും സാരമില്ല, പക്ഷേ സുരേന്ദ്രൻ ജയിക്കരുത്. ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയെ CPM നിർത്തിയാൽ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാകും. അപ്പോൾ സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടും. അങ്ങനെയൊരു റിസ്ക് എടുക്കണ്ട എന്നാണ് CPM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. പക്ഷേ ഒന്നാലോചിക്കണം, ഒരു സീറ്റ് പോലും വളരെ വിലപ്പെട്ടതാണ്. അങ്ങനെ ഒരു സീറ്റും കളഞ്ഞു കുളിക്കാൻ പാടില്ല എന്നാണ് പൊതുവെ CPMകാരുടെ വിലയിരുത്തൽ. അവരുടെ നിലപാട് അതാണ്. അണികളും പ്രവർത്തകരും അങ്ങനെ ആഗ്രഹിക്കുന്നു. അതായത് നമുക്ക് നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാം, നമ്മൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട്, സുരേന്ദ്രൻ ജയിക്കും, BJP വരും, താമര വിരിയും എന്നൊക്കെ ഭയന്ന് മുസ്ലിം ലീഗിന് ജയിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കരുത് എന്നാണ് മഞ്ചേശ്വരത്തെ CPM പ്രവർത്തകർ ജാതി മത ഭേദമന്യേ മുന്നോട്ട് വെക്കുന്ന ആവശ്യം, അഭിപ്രായം, നിർദ്ദേശം. ഇത് സംസ്ഥാന കമ്മിറ്റിക്ക് ബോധ്യപ്പെടുമോ എന്തോ നമുക്കറിയില്ല. എന്തായാലും K സുരേന്ദ്രൻ അവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, LDF for UDF എന്നതാണ് മഞ്ചേശ്വരത്തെ അവസ്ഥ. അതായത് LDF അവിടെ മത്സരിക്കുന്നത് ജയിക്കാനല്ല, മറിച്ച് BJPയെ പരാജയപ്പെടുത്താനാണ്. UDFൻ്റെ ജയം ഉറപ്പാക്കുകയാണ്. മുസ്ലിം ലീഗിന് ആ സീറ്റ് ഏറ്റവും നല്ല രീതിയിൽ ജയിച്ചു വരാനുള്ള സാഹചര്യമൊരുക്കലാണ് LDFൻ്റെ മഞ്ചേശ്വരത്തെ ദൗത്യം എന്നും സുരേന്ദ്രൻ പരിഹസിക്കുന്നു. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമേ അല്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, ഏത് ചെകുത്താനുമായിട്ടും കൂട്ടുകൂടാം, BJP ജയിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മകൻ മരിച്ചാലും വേണ്ടില്ല, മരുമകളുടെ കണ്ണുനീര് കാണാമല്ലോ എന്ന് ചിന്തിക്കുന്ന അമ്മായിയമ്മമാരുടെ സ്വഭാവമാണ് CPM മഞ്ചേശ്വരത്തും കാസർഗോഡുമൊക്കെ വച്ചു പുലർത്തുന്നത്. അങ്ങനെ അവിടെ ലീഗിനെ CPM സഹായിക്കുമ്പോൾ പകരം നേമത്ത് CPMനെ ലീഗും സഹായിക്കും. എങ്ങനെയെന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. SDPI പോലെയുള്ള തീവ്ര ചിന്താഗതിയുള്ള പാർട്ടികളോടൊപ്പം ചേർന്ന് മുസ്ലിം വോട്ട് ഏകോപിപ്പിച്ച്
നേരെ LDFിൻ്റെ പെട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുക. അതാണ് നേമം പോലെയുള്ള മണ്ഡലങ്ങളിൽ നടന്നു വരുന്നത്. അവിടെ CPM ജയിക്കുമ്പോൾ മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗ് ജയിക്കും. ഇങ്ങനെ ഒരു അന്തർധാര CPMഉം മുസ്ലിം ലീഗും തമ്മിലുണ്ട്. ആ അന്തർധാര മഞ്ചേശ്വരത്തെ വോട്ടർമാർ ഇക്കുറി പൊളിച്ചു കളഞ്ഞാൽ നിങ്ങളുടെ മണ്ഡലത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമാകും. നിങ്ങൾക്കൊരു മികച്ച MLAയെ നിയമസഭയിലേക്ക് പറഞ്ഞയക്കാൻ കഴിയും. ഈ പറഞ്ഞതുപോലെ ഏറ്റവും കുറവ് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. അതിർത്തി ജില്ലയിലെ അതിർത്തി മണ്ഡലമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംസ്ഥാനമായി. ഇനിയെങ്കിലും വോട്ടർമാർ അവിടെ കണ്ണു തുറന്ന് ചിന്തിച്ച് വോട്ട് ചെയ്യട്ടെ. അങ്ങനെ CPMൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ പൊളിച്ചു കളയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് നിങ്ങളുടെയും ജനാധിപത്യത്തിൻ്റെയും വിജയമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും മഞ്ചേശ്വരത്ത് ഇക്കുറി താമര വിരിയുമോ എന്ന ചോദ്യം പതിവ് പോലെ വളരെ ശക്തമായി ഉയരുന്നു. സുരേന്ദ്രനാകട്ടെ മണ്ഡലത്തിലുടനീളം സജീവമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം മഞ്ചേശ്വരത്ത് എന്തു സംഭവിക്കും എന്ന്.